മക്കളെ, നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നും കുറച്ച് ബേസിക് ഫണ്ടമെൻ്റൽസ്, അതുപോലെ തന്നെ കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് കാര്യങ്ങളെപ്പറ്റി ഒരു നോളജ് കിട്ടുന്നത് ആ ചാപ്റ്ററിൽ നിന്നും നമ്മൾ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കാരണം ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിലെ കോർ കൺസെപ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാണ്, വളരെ ഈസി ആയിട്ട് ചെയ്തു പോവാം. ദ പോയിന്റ് വിച്ച് ലൈ ഓൺ വൈ ആക്സിസ്. നമുക്ക് വൈ ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴേ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ കിടക്കുന്ന ഒരു നമ്പർ, ഒരു പോയിന്റ് എക്സ് 0 ആയിരിക്കും. അല്ലെങ്കിൽ വൈ ആക്സിസിനെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഓർഡിനേറ്റ് എന്ന് പറയും. വൈ ആക്സിസിനെ നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയും. ഇനി പോയിന്റ് വെച്ച് ലൈസ് ഓൺ എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ആക്സിസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ചിലപ്പോൾ അവർ ABSCISSA ആബ്സിസ എന്നും പറയും. ആബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്. അപ്പോൾ എ പോയിന്റ് വിച്ച് ഓൺ ലൈ ഓൺ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സി ദ പോയിന്റ് വിച്ച് ലൈസ് ഓൺ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്. വളരെ കെയർഫുൾ ആയിരിക്കണം. AB എന്ന 2 പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. ഒരാൾ -2 -5 അടുത്തയാൾ 2 5 ആണ്. ഈ പോയിന്റുകൾ AB എന്ന് പറയുന്ന പോയിന്റുകൾ, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഈ കാണുന്നതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്, അതായത് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 2 പോയിന്റുകളെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, അതിലേക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. അവർ ചോദിച്ച എന്താ? ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ആൻഡ് ലൈൻ സെഗ്മെന്റ്. അതായത് അവർ പറഞ്ഞിരിക്കുന്ന ഇത്രയാണ്, പോയിന്റ് വിച്ച് ഓൺ ലൈസ് ഓൺ, ഒന്നാമത്തേത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്. അതായത് ഈ പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഈ ലൈൻ സെഗ്മെന്റുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏത്? അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി. കാരണം AB എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ ഏതാ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ABയുടെ സെൻറ്ററിലൂടെ കടക്കുള്ളൂ. നമുക്കറിയാം, ABയുടെ സെൻറ്റർ കാണണമെങ്കിൽ x1 + x2 ഡിവൈഡഡ് ബൈ 2, -2 + 2 ഡിവൈഡഡ് ബൈ 2 0 വരും. -5 + 5/2 0 വരും. അപ്പം AB -2 -5 2 5 ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ 0 0 ആണ്. ഇനി AB എന്ന ലൈനും ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടറും ജോയിൻ ചെയ്യുന്ന പോയിന്റ് അവർ ചോദിച്ചത്. അപ്പം നമുക്ക് 0 0. Therefore our answer is A ആണ്, 0 0. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. സാർ മക്കളെ ഓരോ കണക്കുകൾ ഇങ്ങനെ ചെയ്ത് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ കൂടുതൽ PDF ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസിനായിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വാട്ട് റേഷ്യോ ഡസ് ദി എക്സ് ആക്സിസ്, ഇത് നോട്ട് ചെയ്യണം, എക്സ് ആക്സിസ് ഡിവൈഡ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 2 - 3 5 6. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ഇതുപോലെ പഠിച്ചതാണ്. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 2 പോയിന്റ്സ് എടുത്തു. ഈ 2 പോയിന്റ് 2 - 3 5 6 ആണ്. ഈ 2 പോയിന്റുകളെ ഇൻ വാട്ട് റേഷ്യോ ഡസ് ദി എക്സ് ആക്സിസ് ഡിവൈഡ് എന്നാണ് ചോദിച്ചേ.
എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ y ഈസ് ഈക്വൽ ടു 0. അതായത് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എക്സ് ആക്സിസ് ആകുമ്പം ആ പോയിന്റിൽ y 0 ആയിരിക്കും. നമ്മളത് ഓർത്തിരിക്കുക. അപ്പോൾ y 0 ആണെങ്കിൽ നമുക്ക് പറയാം m1y2 plus m2y1 ഡിവൈഡഡ് ബൈ m1 plus m2 ഈക്വൽ ടു 0. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അവിടെ റേഷ്യോ എങ്ങനെ എടുക്കണ്ടേ? k:1. ദാറ്റ് ഈസ് m1:m2 എന്ന് പറയുന്നത് k:1 എന്ന് എടുക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. മക്കൾ സാറിൻ്റെ എല്ലാ വീഡിയോസും കാണണം. അപ്പം നമുക്ക് m1 ഇൻറ്റു y2 6 ആണ്, പ്ലസ് m2 അത് 1 ആണ്, ഇൻറ്റു y1 -3 ആണ്, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഈക്വൽ ടു 0. അതായത് എക്സ് ആക്സിസ് ആണ് ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് പി എക്സ് ആക്സിസിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം y 0 ആണെന്നാണ്. അതുകൊണ്ട് പിയുടെ y കോർഡിനേറ്റ് 0 ആണ്. അപ്പം നമുക്ക് y കോർഡിനേറ്റ് 0 കൊടുത്തുകൊണ്ട് m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. നമുക്ക് m1 m2 റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ k:1 എന്ന് എടുക്കും. നമ്മളിത് സോൾവ് ചെയ്തേ. ഇത് 0 ഇൻറ്റു k പ്ലസ് 1 0 ആയിപ്പോയില്ലേ? ഇത് 6k - 3 എന്ന് വന്നു. അപ്പോൾ 6k - 3 ഈക്വൽ ടു 0. അപ്പോൾ 6k ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അല്ലെങ്കിൽ k ഈസ് ഈക്വൽ ടു 3/6 1/2 എന്ന് വരും. അപ്പോൾ k:1 എന്ന് പറഞ്ഞാൽ 1/2 ഈസ് 1 ഈസ് ഈക്വൽ ടു 1:2. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മൾ ഓൾറെഡി ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം നമുക്ക് 1:2 ആണ് ആൻസർ. Therefore, our answer is A, 1:2. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിഡ് പോയിന്റ് കാണാൻ നമുക്കറിയാം. മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ജോയിനിങ് 2 പോയിന്റുകൾ അവർ തന്നിട്ടുണ്ട്. ആ മിഡ് പോയിന്റും അവർ തന്നിട്ടുണ്ട്. അപ്പം എയുടെയും ബിയുടെയും വാല്യൂ കാണണം. ഇത് നമുക്ക് മിഡ് പോയിന്റ് തിയറം ഉപയോഗിച്ചാൽ മതി. നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് മിഡ് പോയിന്റ് എന്ന് പറയുമ്പം 2a + 2 ആണ്. അപ്പം നമുക്ക് x1 x2 എടുക്കാം. നമുക്കറിയാം മിഡ് പോയിന്റ് x1 + x2 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പം നമുക്കറിയാം x1 3a ആണ്, പ്ലസ് x2 -2 ആണ്. അപ്പം 3a + -2 എന്ന് പറഞ്ഞാൽ 3a - 2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എക്സിലെ മിഡ് പോയിന്റ് ഏതാ? 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു 2. അപ്പം നമുക്ക് കിട്ടി 3a - 2 4 ആണ്. നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് വരുമ്പം 3a = 6 എന്ന് വരും. അപ്പം a ഈസ് ഈക്വൽ ടു 6/3. എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ y1 + y2/2 ഏതാണ്? y1 4 ആണ്, y2 2b ആണ്. അപ്പോൾ 4 + 2b ഡിവൈഡഡ് ബൈ 2. y കോർഡിനേറ്റ് ഏതാ മിഡ് പോയിന്റിന്റെ? 2a + 2 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2a + 2. നമുക്കൊരു കാര്യം ചെയ്യാം. ഏറ്റവും എളുപ്പത്തിന് ഇവിടുന്ന് ഒരു 2 വെളിയിലേക്ക് എടുക്കാം. അപ്പം 2 × 2 + b എന്ന് വരും. ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 2 + b ഈസ് ഈക്വൽ ടു 2a + 2. പക്ഷേ നമുക്ക് എയുടെ വാല്യൂ നേരത്തെ അറിയാം. എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 2 + 2 എന്ന് പറയുമ്പോൾ 2 × 2 4 ആണ്, 4 + 2 6 ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തേ? ബോട്ട്മാസ് റൂൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും ബോട്ട്മാസ് റൂൾ അറിയത്തില്ലെങ്കിൽ സാറിൻ്റെ ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ കാണണം. BODMAS മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. അപ്പോൾ ആദ്യം 2 × 2 4 ചെയ്യണം. എന്നിട്ട് അതിനോട് 2 കൂട്ടിയിട്ട് 6 എടുക്കും. അപ്പോൾ സാറിൻ്റെ ബേസിക് ഫണ്ടമെന്റലിൽ 16 പോയിന്റ്സ് ഉണ്ട്. 16 വീഡിയോസ് സാർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും എല്ലാ മക്കളും കറക്റ്റായിട്ട് ആ വീഡിയോസ് കാണണം. അപ്പം നമുക്ക് 2 + b = 6 എന്ന് കിട്ടി. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ b ഈസ് ഈക്വൽ ടു 6 - 2
4 എന്ന് കിട്ടി. Therefore, A is equal to 2 and B is equal to 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, നമ്മൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് നമ്പറുകളാണ് കിട്ടുന്നതെങ്കിൽ x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ, നമുക്ക് ആ നമ്പറുകൾ അങ്ങ് കൊടുത്താൽ മതി. എന്നാൽ അവിടെ എ ബി എന്ന് പറയുന്ന ചില വേരിയബിൾസ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയായിരിക്കും. അതിന് കാരണം എന്താ? ഈ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ ആണ്. അതിനെ തിരിച്ച് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും നെഗറ്റീവ് പോസിറ്റീവ് ആവും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാർ പറഞ്ഞു തരാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ നമുക്ക് എ പ്ലസ് ബി എ മൈനസ് ബി, ബി നമുക്ക് എ മൈനസ് ബി എ പ്ലസ് ബി എന്നാണ് തന്നിരിക്കുന്നത്. ഇതൊരു പ്രത്യേക സിറ്റുവേഷനാണ്. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. അതായത് എ എന്ന പോയിന്റ് എ പ്ലസ് ബി എ മൈനസ് ബി ആണ്, ബി എന്ന പോയിന്റ് എ മൈനസ് ബി എ പ്ലസ് ബി ആണ്. സാർ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ x1 മൈനസ് x2 എടുത്താലും x2 മൈനസ് x1 എടുത്താലും അതിൻ്റെ സ്ക്വയർ കാണുമ്പം നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ട് ഇതിൽ ഏതെടുത്താലും മതി. അപ്പം നമുക്ക് ആദ്യം x1 മൈനസ് x2 എടുക്കാം. ദാ എ പ്ലസ് ബി മൈനസ് എ മൈനസ് ബി. അപ്പം എ പ്ലസ് ബി മൈനസ് എ മൈനസ് ബി എന്ന് പറയുമ്പം ദാ ഇത് മൈനസ് എ വരും. അപ്പം എയും മൈനസ് എയും കട്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അത് 2b വരും. ഇനി അടുത്തത് y1 മൈനസ് y2. പക്ഷെ ഇവിടെ y1 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. y2 മൈനസ് y1 എടുക്കാം. നമ്മൾ ഇവിടെ x1 മൈനസ് x2 ആണ് എടുത്തത്. പക്ഷെ അതുകൊണ്ട് ഇവിടെ y1 മൈനസ് y2 തന്നെ എടുക്കണം നിർബന്ധമില്ല, തിരിച്ചും എടുക്കാം. നമുക്ക് പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ എളുപ്പമുള്ളത് കൊണ്ട് y2 മൈനസ് y1 അവിടെ എടുത്തു. അതായത് എ പ്ലസ് ബി മൈനസ് എ മൈനസ് ബി. അത് ഓൾറെഡി ഇവിടെയും അത് തന്നെ വന്നില്ലേ, 2b എന്ന്. അപ്പം ഇതും 2b വന്നു. ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പം ഇവിടെ നമ്മൾ x1 മൈനസ് x2ഉം ഇവിടെ y1 മൈനസ് y2 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ y2 മൈനസ് y1. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അവരെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോഴാണ് എ ബിയുടെ ഡിസ്റ്റൻസ് ഫോർമുല ക്ലിയർ ആകുന്നത്, ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സ്ക്വയർ എടുക്കാം. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 4b സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം 4b സ്ക്വയർ. നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഈസി മെത്തേഡ്, നമ്മളിത് ടോട്ടൽ ചെയ്യാൻ പോകണ്ട. ഇതിപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ നമ്പറാണെങ്കിൽ പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ വരും. നമുക്കറിയാം എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. ഇവിടെയും നമ്മൾ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. 4b സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് 4b സ്ക്വയർ ആണ്. അതെന്താന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് എ ബി സ്ക്വയറാണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 2 റൂട്ട് 2 ആണ്. ബി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് ബി ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ ചെയ്യുന്നതാണ് പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് x1 മൈനസ് x2 എടുത്താലും x2 മൈനസ് x1 എടുത്താലും അതിൻ്റെ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് ആ റിസൾട്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. 2 റൂട്ട് 2b യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിതിലും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് എ കോസ് ആൽഫ എ സൈൻ ആൽഫ ഫ്രം ദ ഒറിജിൻ. ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 എന്നാണ്. അപ്പം നമ്മൾ ഓൾറെഡി സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് 0 0 ആണെങ്കിൽ
0 ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ഇതിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. അതായത് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. x2 y2 0 ആണെങ്കിൽ നേരെ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം എ സ്ക്വയർ കോ സ്ക്വയർ ആൽഫ കിട്ടി, എ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ കിട്ടി. എ സ്ക്വയർ കോമൺ എടുത്താൽ കോ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫയാണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോ സ്ക്വയർ ആൽഫ ഈസിക്കൽ ടു 1 ആണ്. ആരെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ ട്രിഗണോമെട്രി പഠിക്കുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് എ സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഡിസ്റ്റൻസ് ഫോർമുല വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഇതിപ്പോൾ നമുക്ക് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയറാണ് കിട്ടിയിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല വരുമ്പോൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ യൂണിറ്റ്സ്. ദെയർഫോർ അവർ ആൻസർ ഈസ് ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് y ആക്സിസ് ഫ്രം ദ പോയിന്റ് 4, 3. ഇത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം, വളരെ സിമ്പിളാണ്. അതായത് ഡിസ്റ്റൻസ് ഓഫ് y ആക്സിസ് ഫ്രം ദ പോയിന്റ് 4, 3. നമുക്ക് ഈ പോയിന്റ് കാണുമ്പോഴേ അറിയാം എക്സിൽ നിന്ന് 4 ആണ് വന്നിരിക്കുന്നത്, വൈയിൽ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം P43 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് അവിടെയല്ല, നമുക്ക് y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണണം. നോക്കിയേ, y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കുക. y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, പോയിന്റിൻ്റെ y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും. അപ്പോൾ പോയിന്റിൻ്റെ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലോ, ദേ കണ്ടോ, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അവിടെ വൈയുടെ വാല്യൂ ആയിരിക്കും. അപ്പം നമുക്കിവിടെ ആൻസർ 4 ആണ്. ദെയർഫോർ നമുക്ക് തന്നിരിക്കുന്ന ചോയ്സിലെ ബി, രണ്ടാമത്തെ ചോയ്സ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സി ദ ഓർഡിനേറ്റ് ആൻഡ് ആബ്സിസ ഓഫ് എ പോയിന്റ് പി 6/5 മൈനസ് 5/2 ആണ്. ദെൻ ദ പോയിന്റ് പി ലൈസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ആണ്, ആബ്സിസ എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഓർഡിനേറ്റ് പോസിറ്റീവ് ആണ്. നമുക്കറിയാം ഈ ലൈനാണ് y ആക്സിസ് പോസിറ്റീവ് ആയിട്ടുള്ള ഈ ലൈനാണ്. എക്സ് കോർഡിനേറ്റ്, അതായത് ആബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആണ്, അത് നെഗറ്റീവാണ്. ഈ കാണുന്നതാണ് നെഗറ്റീവ് y ആക്സിസ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നത് y പോസിറ്റീവും എക്സ് നെഗറ്റീവും ആവുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. നമുക്ക് ആ മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല, സൈൻ മാത്രം മതി. അപ്പം നമുക്ക് ഈ പോയിന്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, if the origin is the midpoint of the line segment joined by the points 2, 3, xy, then xyയുടെ വാല്യൂ ചോദിച്ചത്. അതായത് 2, 3 എന്ന പോയിന്റും xy എന്ന പോയിന്റിൻ്റെയും മിഡ് പോയിന്റ് ഒറിജിൻ ആണ്. If the origin is the midpoint of the line segment joined by the points 2, 3 and xy, then xy. നമ്മൾ എങ്ങനെ കാണും? നമുക്ക് ശരിക്കും ഇത് കാണുമ്പോഴേ അറിയാം ഇതിൻ്റെ വാല്യൂ -2, -3 ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇവിടെ 2 + x, അതായത് x + 2 x1 + x2/2 എന്ന് പറയുന്നത് x + 2/2 ആണ്. അത് 0 ആണ്. അപ്പോൾ അതേ നോക്കിയേ, s + 2 എന്ന് പറയുന്ന 0 വരും, x -2 ആവും. അതുപോലെ തന്നെ y + 3 / 2 ഈസ് ഈക്വൽ ടു ഇതാണ്, ഇത് 0 ആണ്. y + 3 0 ആയതുകൊണ്ട് y -3.
പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ഒന്നും കാര്യമില്ല. ഇത് 0 ആണെങ്കിൽ ഇത് 2 3 ആണെങ്കിൽ ഇവിടെ -2 -3 വരണം. എന്തുകൊണ്ടാ -2 -3 വരണം? ഇതേകൊണ്ട് 2 + -2 ഡിവൈഡഡ് ബൈ 2 ആണ് 0 വരുന്നത്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ അങ്ങ് എടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ if the origin is the midpoint of the line segment joined by the points 2 3 xy, അങ്ങനെ കണ്ടാൽ നമുക്ക് അന്നേരം പറയാൻ സാധിക്കും ഒറിജിൻ മിഡ് പോയിന്റ് ആയിട്ട് വരണമെങ്കിൽ XY ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ആൻസർ -2 -3, ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സി. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം എക്സ് ആക്സിസ് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വൈ കോർഡിനേറ്റ് എടുത്താൽ മതി. നമ്മൾ നേരത്തെ ഇപ്പം കണ്ടതേ ഉള്ളൂ. എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ വൈ കോർഡിനേറ്റ് എടുത്താൽ മതി. അപ്പോൾ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദാ. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് പി എക്സ് വൈ, അതായത് പി എക്സ് വൈ എന്ന പോയിന്റ് ഫ്രം A51 51 എന്ന് പറയുന്ന ഒരു പോയിന്റും ബി -15 എന്നൊരു പോയിന്റും ആ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ദെൻ വിച്ച് ഈസ് ട്രൂ. ഇത് ഇവിടെ ചില ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. ഇതുപോലൊരു ക്വസ്റ്റ്യനിൽ ചില ഷോർട്ട് കട്ടുകളുണ്ട്. സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. മക്കളെ ഷോർട്ട് കട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് പി എക്സ് വൈ എന്ന് പറയുന്നൊരു പോയിന്റ് 51 -15 ഇവിടെ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് പി എക്സ് വൈ ഫ്രം A51 ആൻഡ് B -15 ആർ ഈക്വൽ ദെൻ വിച്ച് ഈസ് ട്രൂ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്കിതേ ഇതിന് എ കൊടുത്തു, ഇതിന് ബി കൊടുത്തു. അപ്പോൾ AP² = BP² എന്ന് കിട്ടി. AP² = BP². സാർ ഇപ്പോൾ AP² ആണ് ചെയ്തിരിക്കുന്നത്. ഏതാ? x-5 the whole square plus y-1 the whole square. ഇവിടെ x-1 x+1 whole square plus y-5 the whole square. അതായത് AP² ഈസ് ഈക്വൽ ടു PB² എന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എളുപ്പ വഴി, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാൻ പോയാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഇവിടെ x-5 ഹോൾ സ്ക്വയർ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് എഴുതി. x+1 ഹോൾ സ്ക്വയറിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പം നമുക്ക് -x+1 ഹോൾ സ്ക്വയർ എന്ന് വരും. റൈറ്റ് സൈഡിൽ y-5 ഹോൾ സ്ക്വയറിനെ നമ്മൾ ഇതുപോലെ എഴുതി. y-1 ഹോൾ സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ -y-1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് സാറ് പറഞ്ഞു തരാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് A² - B² = A+B × A - B. അപ്പോൾ ദേ ഇത് A² - B² ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് A+B × A - B എന്ന് ആക്കുമ്പം നോക്കിയോ, A എന്ന് പറയുന്നത് x-5 ആണ്, B x+1 ആണ്. അപ്പോൾ A+B × ഇവിടെ A - B, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ x-5 ആണ്, മൈനസ് ബിയുടെ വാല്യൂ x+1 ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം -B എന്ന് പറയുമ്പോൾ A - B എന്ന് പറയുമ്പം -x+1, അതായത് -x - 1. ഇതുപോലെ തന്നെ ഇവിടെ ഇത് A ആണ്, ഇത് B ആണ്. അപ്പോൾ A+B × A - B. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ എല്ലാം ക്യാൻസൽ ആയി പോവും. ഇവിടെ x + x 2x വരും. -5 + 1 -4. ഇവിടെ x കട്ടായി പോയി കഴിഞ്ഞാൽ -5 - 1 -6 വരും. ഇവിടെയും ദേ y + y 2y വന്നു,
-5 - 1 2y - 6 എന്ന് വരും. അതുപോലെ ഇവിടെ വൈയും കട്ടായി -5 + 1 -4. ഇപ്പോൾ നമുക്കത് മൈനസ് അപ്പുറത്തും മൈനസ് ഇപ്പുറത്തും കൊണ്ട് അത് ക്യാൻസൽ ആക്കാം. ഈ രണ്ട് മൈനസും കൂടി ക്യാൻസൽ ആക്കി. ഇനി 2x - 4ലെ 2 കോമൺ എടുത്തു. അപ്പൊ 2 × x - 2 × 6. 2y - 6ലെ 2 കോമൺ എടുത്തു. 2 × y - 3 × 4. ഇനി നമ്മൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ 6ഉം 4ഉം ക്യാൻസൽ ചെയ്തപ്പം 3ഉം 2ഉം കിട്ടി. അപ്പൊ x - 2 × 3 = y - 3 × 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x - 6 2y - 6 -6ഉം -6ഉം കട്ടായി 3x = 2y. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത പോലെ അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയവും എടുക്കും, ചിലപ്പോൾ തെറ്റുകൾ വരാനായിട്ട് ചാൻസും ഉണ്ട്. അപ്പൊ 3x = 2y ആണ് റിലേഷൻ. അവർ ചോദിച്ചത് if the distance of pxy from a and b are equal then which is true എന്നാ ചോദിച്ചേ. അപ്പൊ 3x = 2y ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം മക്കൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് PDF ആയിട്ട് അയച്ചു തരും. ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ എടുക്കും. 1-to-1 ഉണ്ട്, ഗ്രൂപ്പുണ്ട്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സാറിൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം. കമൻസ് ഒക്കെ സാറിനെ എഴുതി അറിയിക്കണം.